അപ്പൊ ഈ കൊക്കോണിൽ നിന്ന് ബട്ടർഫ്ലൈസ് ആവണം എന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സ് അതാണ്. ആ പ്രോസസ്സിനാണ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. കാരണം നമ്മളെല്ലാവരും ബട്ടർഫ്ലൈസിനെ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഒരു ഉള്ളിലൊരു അതായത് ആ കൊക്കൂണിന്റെ ജീവിതം ബട്ടർഫ്ലൈ ആവാൻ ആ കൊക്കൂൺ എടുക്കുന്ന വേദനകളും അതിൽ നിന്നൊരു ബട്ടർഫ്ലൈ ആവണം എന്നുണ്ടെങ്കിൽ ഒരു പ്രോസസ്സിലൂടെ തന്നെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കണം, പ്രതിസന്ധിയിലൂടെ കടന്നു പോകണം. അങ്ങനെ പാകപ്പെടുത്തുമ്പോഴാണ് ഒരു മനുഷ്യന്റെ യഥാർത്ഥ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നത്. ഇപ്പൊ പല ആളുകളും നമ്മൾ ഇത്തരത്തിൽ സെഷൻ കേൾക്കുമ്പോഴും അല്ലെങ്കിൽ ഗൈഡഡ് ആയിട്ട് നമുക്ക് വിസ്റ്റംസ് ഷെയർ ചെയ്യുമ്പോഴൊക്കെ പല ആളുകളും പറയുന്ന കാര്യമുണ്ട്, എനിക്കിത് വർക്കാവുന്നില്ല, എനിക്കിത് ശരിയാവുന്നില്ല. ലൈഫിലെ എല്ലാവരുടെ ജീവിതം എന്ന് അറിയുന്നതും ഒരു മാസ്റ്റേഴ്സ് നമ്മളെ ഗൈഡ് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ചെറിയ അറിവുകൾ പകർന്നു തരാണ് ആരെങ്കിലും ഒരു ഗുരു, അല്ലെങ്കിൽ നമ്മളെ പാരന്റ്സ്, അല്ലെങ്കിൽ നമ്മളെ ടീച്ചേഴ്സ്, നമ്മൾ ആരെങ്കിലും നമ്മളെക്കാൾ വൈബ്രേഷൻ കൂടിയ ഒരാളെങ്കിലും നമ്മളെ ലൈഫിൽ മെന്ററായിട്ട് കാണണം എന്നുള്ളതാ. അങ്ങനെ നമ്മൾ കാണുമ്പോൾ അവര് തരുന്ന ഗൈഡൻസിലൂടെ നമ്മളെ ലൈഫിനെ ഇങ്ങനെ പാത്ത് ഇപ്പോ എന്റെ ലൈഫിൽ ഞാനൊരു മെന്ററെ കണക്ട് ചെയ്ത് ആ മെന്ററാണ് എന്റെ ലൈഫ് ലോങ് എന്നെ പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അവൻ പറഞ്ഞില്ലേ, നമ്മള് 2 ദിവസം നമ്മൾക്ക് അതായത് 2 വർഷം എടുക്കേണ്ടത് 2 ദിവസം ചുരുക്കി തരും എന്നുള്ളതാണ് ഒരു ഗൈഡ് നമ്മളെ കൂടെ ഉണ്ടാവുമ്പോൾ. അതായത് അത്രയും പാകപ്പെടും നമ്മള്. അപ്പോൾ ചിലപ്പോ ആ പാകപ്പെടുത്തൽ നമ്മളെ ചിലപ്പോ മുറിവാക്കിയിട്ടേക്കണം, അല്ലെങ്കിൽ നമ്മളെ കുറെ പെയിനിലൂടെ കൊണ്ടുപോയിട്ടേക്കാരം. പക്ഷേ അവിടെ നമ്മൾ വലിയൊരു പാഠം സ്വീകരിച്ചിട്ടാണ് ഓരോ ദിവസം കടന്നു പോവുക. ഇപ്പോ ഞാൻ പറഞ്ഞ പോലെ എന്റെ പ്രതിസന്ധികളും പ്രയാസങ്ങളുമാണ് ലൈഫിലെ ഒരുപാട് വിസ്റ്റംസ് ഷെയർ ചെയ്യണം, ഒരുപാട് പേർക്ക് ഇത് എത്തിക്കണം എന്ന് പറയുമ്പോൾ നമ്മളെ ഉള്ളിലുള്ള ലൈറ്റ് പ്രകാശിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, മെഴുകുതിരിയായി കത്തി ജ്വലിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് വേദനകളിലൂടെ കടന്നു പോകുന്നുണ്ടാവും. അപ്പൊ നിങ്ങളെ ലൈഫിലും വേദനകളാണ് നിങ്ങളെ എന്താ ആ ലൈറ്റ് പ്രകാശിപ്പിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഘടകം എന്ന് പറയുന്നത്. അപ്പോ നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പൊ നമ്മളിവിടെ ഷെയർ ചെയ്തിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ഇപ്പൊ ഞാൻ വീക്കിലി ഉള്ള ക്ലാസ്സുകൾ നിങ്ങൾ മസ്റ്റായിട്ടും അറ്റൻഡ് ചെയ്യണം. അതിൽ ഓരോ ദിവസം ഓരോ വിസ്റ്റംസ് ആ ഷെയർ ചെയ്യും. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം ഉണ്ട് എന്ന് പറയുന്ന പോലെ ലൈഫിന്റെ ഓരോ ഏരിയ നമ്മൾ കീറി മുറിച്ചിട്ട് ക്ലിയർ ആക്കിയിട്ടാണ് നമ്മൾ ലൈഫിനെ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ കൊക്കൂണിൽ നിന്ന് ബട്ടർഫ്ലൈസ് ആവണം എന്നുണ്ടെങ്കിൽ അതിന് പാകപ്പെടണം നമ്മൾ. ഇപ്പോ പ്രതിസന്ധികൾ വരുമ്പോഴും പ്രയാസങ്ങൾ വരുമ്പോഴും നമ്മൾ അതിന് തല ഉയർത്തി നിൽക്കാൻ നമ്മൾ പാകപ്പെടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രശ്നത്തിലേക്ക് നോക്കുന്ന നമ്മളുടെ മനസ്സും ഗ്രോത്തിലേക്കും നമ്മളെ വളർച്ചയിലേക്കും ഫോക്കസ് ചെയ്യാനും നമ്മളെ സമാധാനം സന്തോഷത്തിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മളെ മൈൻഡ് അത്രയും ക്ലാരിറ്റിയോടെ നിലനിൽക്കണം എന്നുള്ളതാണ്. ഈ മൈൻഡിനെ ക്ലാരിറ്റി എന്ന് പറയുന്നത് മൈൻഡ് അത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആവുമ്പോഴാണ് ശരിക്കും പറഞ്ഞത്. നമ്മൾ ഈ മൈൻഡ് പവർ ആകുമ്പോൾ പല ആളുകളും മൈൻഡ് പവർ അതെന്തോ നമ്മൾ കിട്ടി വെക്കുന്ന പോലെയാണ് പല ആളുകളും പറയുന്നത്. അപ്പം ഞാൻ എന്റെ സെഷനിൽ അധികം ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചൊന്നും അധികം പറയല. അപ്പൊ ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ പല ആളുകൾക്കും കുത്തി വെക്കുന്ന പോലെ തോന്നുക. ഇപ്പൊ ഈ രോഗത്തിന് ശമനം നൽകുന്ന പോലെ അതൊരു സിറിഞ്ച് കുത്തി വെക്കുന്ന പോലെയാണ് പല ആളുകൾക്കും ലോ ഓഫ് അട്രാക്ഷനെ നോക്കിക്കാണുന്നത്. പക്ഷെ അതല്ലാതെ ഈ സ്പിരിച്വാലിറ്റിയിലൂടെ കടന്നു പോയിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള അറിവ് സ്വീകരിക്കുമ്പോൾ അത് അറിവിലൂടെ കിട്ടുന്ന ഒരു വെളിച്ചമുണ്ട്. അതായത് നമ്മളെക്കാൾ വൈബ്രേഷൻ കൂടിയ ആളുകളിൽ നിന്ന് നമ്മൾ അറിവ് സ്വീകരിക്കുമ്പോൾ ആ ഇരുത്തത്തിൽ തന്നെ നമ്മളുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ഹീലായി പോകുന്ന ഒരു സംഭവമുണ്ട്. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഗൈഡിന്റെ സെഷൻ ഒക്കെ കിട്ടുക വെറും എന്താ ചിലപ്പോൾ 2 മിനിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ 5 മിനിറ്റ് ഒക്കെയാണ് നമുക്ക് ആകെ കിട്ടുക. പക്ഷെ ആ ഇരുത്തം ചിലപ്പോൾ നമുക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. ഫസ്റ്റ് ടൈം ഒക്കെ എനിക്ക് ക്ലാസ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല എന്നുള്ള ആ ഒരു മെന്റാലിറ്റിയിൽ നിന്ന് ഇരുന്നിടത്ത് നിന്ന് തന്നെ നമ്മളെ അവരുടെ വാക്കുകൾ നമുക്ക് ശമനമായിട്ട് മാറുന്നുണ്ട്. അപ്പൊ നമ്മൾ മെഡിസിന് പോലെ തന്നെ ചില ആളുകളുടെ വാക്കുകൾ, ചില ആളുകളുടെ ഓരോ കോർ പോയിന്റുകളും, അങ്ങനെ എന്റെ ലൈഫിൽ വന്നിട്ടുള്ള മെന്റർ തരുന്ന ഓരോ വാക്കുകളും ഞാൻ അത് എന്റെ ലൈഫിൽ അതായത് അത് നമ്മൾ കുറിക്കേണ്ടടുത്ത്, അതായത് നമ്മൾ മനസ്സിൽ പതിപ്പിക്കുക എന്ന് പറയല്ലോ, നമ്മളെക്കാൾ വൈബ്രേഷൻ കൂടിയിട്ടുള്ള നമ്മുടെ മാസ്റ്റർ, നമ്മുടെ ഗുരു, അവര് തരുന്ന ഓരോ തരുണി മണികളും നമ്മളെ ലൈഫിൽ ഇങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാല് ശരിക്കും പറഞ്ഞാല് ഇപ്പൊ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യണ ലൈഫിന്റെ ഓരോ ഏരിയയും കീറി മുറിച്ചിട്ട്, അതായത് എന്ത് പ്രതിസന്ധികൾ വന്നാലും അതിൽ ഉയർന്നെഴുന്നേൽക്കാനും ഏത് പ്രതിസന്ധികളും ആൻസർ കിട്ടാനും തരത്തില് ഞാൻ ഒരിക്കലും ചുറ്റുള്ള ആളുകളല്ല നോക്കുന്നത്. നമ്മളെപ്പോഴും നമ്മൾ ഫോക്കസ്ഡ് ആണ് ചുറ്റുള്ള ആളുകൾ, അതായത് താരതമ്യപ്പെടുത്തലും എന്താ പിന്നെ
നമ്മളിൽ തന്നെ നമ്മൾ ഇങ്ങനെ കമ്പയർ ചെയ്യും. ഞാൻ പണ്ടൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഇപ്പൊ ഹാപ്പി അല്ല. അല്ലെങ്കിൽ പണ്ട് ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്തിരുന്നു, ഇപ്പൊ ഞാനൊന്നും ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ചുറ്റുമുള്ള ആളുകളായിട്ടൊക്കെ നമ്മളിങ്ങനെ കമ്പയർ ചെയ്യും. അതേപോലെ തന്നെ ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാനും അതേപോലെ ആയിരുന്നു, കമ്പയർ ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ പരാതി പറയുന്ന ആളുകളെ. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇപ്പൊ ഒരു നമ്മളിപ്പോ എന്താ ഒരു ഒരവസ്ഥയിലേക്ക് കടന്നുപോയി. അപ്പൊ അല്ലെങ്കിൽ നമ്മളൊരു പാഠം പഠിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ലൈഫിൽ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാല് നമ്മളിങ്ങനെ ഒരാളോട് പറയും, ഇവിടെ ഇപ്പൊ ഒരു സർവീസ് സെന്ററിലേക്ക് നമ്മൾ പോയി. അപ്പൊ നമ്മളെ ഇവിടുത്തെ സർവീസ് ഭയങ്കര മോശമാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ ആളുകൾ കൊള്ളാവുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മള് എന്ത് കാര്യത്തിനും നമുക്ക് നമ്മളുടേതായ ഒപ്പീനിയൻ. അതേപോലെ ചില ആളുകളുണ്ട്, ഞാൻ നിങ്ങളല്ല ട്ടോ പറയുന്നത്, അതായത് ചില വ്യക്തികൾ ഉണ്ടാവും അവരുടെ ലൈഫില് എല്ലാത്തിനും എക്സ്ക്യൂസസ് പറയുന്ന ആളുകൾ. എല്ലാത്തിനും എക്സ്ക്യൂസസ്, അതായത് ഇത് ഇന്നത് കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, ഇന്നലെ കറണ്ട് ഇല്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഇന്നെ വീട്ടുകാർ സപ്പോർട്ട് ചെയ്തില്ല. അതായത് നമ്മളെ മൈൻഡ് ആ തരത്തിൽ എക്സ്ക്യൂസസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതായത് എന്ത് കാര്യത്തിലും ഇത് ഇന്നത് കൊണ്ട് എന്ന് പറഞ്ഞാണ്ട്. ഇപ്പൊ ഞാനും അങ്ങനെ ഒരു എക്സ്ക്യൂസ് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ എന്റെ ലൈഫിൽ ഞാൻ ഇപ്പൊ ഇതേപോലെ തന്നെ എന്താ ആദ്യമൊക്കെ ഞാനിങ്ങനെ മാസ്റ്ററിൽ നിന്ന് എന്തെങ്കിലും വാക്കുകൾ കിട്ടുമ്പോൾ ഇതെനിക്ക് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റുന്നില്ല. അതേപോലെ ഞാൻ 18-ാം വയസ്സിൽ ഡ്രൈവിംഗ് പഠിക്കാൻ പോയപ്പോഴൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ടായ എക്സ്പീരിയൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അവിടെ ചെന്ന് കഴിഞ്ഞാല് നമ്മളുടെ ആവശ്യമാണ് നമ്മൾ ഡ്രൈവിംഗ് പഠിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആയി സംസാരിക്കണം. ഇത് നമ്മളെ ആവശ്യം. അപ്പൊ നമ്മളൊരു സർവീസ് സെന്ററിൽ പോയിട്ട് എനിക്ക് ഇന്നത് ചെയ്യണം അല്ലെങ്കിൽ ഇന്നത് പഠിക്കണം. അപ്പൊ അവിടെ ഒരുപാട് അഡ്മിഷൻ ഉണ്ട്, ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഇപ്പൊ നമ്മൾ വിചാരിച്ച രീതിയിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ അവിടുത്തെ സർവീസ് അടിപൊളിയായിരിക്കും. പക്ഷെ നമ്മൾ ചെല്ലുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിച്ച രീതിയിൽ അവർ നമ്മളെ പരിഗണിച്ചില്ല, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച രീതിയിൽ അവർ നമ്മൾക്കൊരു പരിഗണന നൽകില്ല, അവിടുത്തെ സിറ്റുവേഷൻ അപ്പൊ ഓക്കെ അല്ല എന്നുണ്ടെങ്കിലും നമ്മളപ്പോ എന്താ വിചാരിക്കുക, അവിടുത്തെ സർവീസ് ഭയങ്കര മോശമാണ്, അല്ലെങ്കിൽ എനിക്ക് ശരിക്കും പറഞ്ഞാലില്ലേ, നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മളെ വൈബ്രേഷൻ ലോ ആക്കും. അപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ ഒരു കാര്യം റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോ ഒരു ഡ്രൈവിങ്ങിന് ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പോയി. അപ്പൊ അവിടുത്തെ സർവീസ് ഭയങ്കര മോശമാണ്. ഓ, ശരിക്കും സർവീസ് മോശമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് മോശമായിരിക്കും. അപ്പൊ നിങ്ങൾ ചെന്നപ്പോ അവർ നിങ്ങൾ വിചാരിച്ച രീതിയിൽ അവർ പരിഗണിച്ചില്ല. അപ്പൊ നിങ്ങളെ മൈൻഡിൽ എന്താ, അവിടുത്തെ സർവീസ് ഭയങ്കര മോശം. ഇപ്പൊ നിങ്ങൾ വീട്ടിൽ വന്നിട്ട് പറയും അവിടുത്തെ സർവീസ് ഭയങ്കര മോശമാണ്, എന്താ നമ്മൾ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അവിടെ കുറിച്ച് ചിന്തിക്കുമ്പോ തന്നെ നമ്മളെ മൈൻഡിൽ എന്താ, അവിടുത്തെ സർവീസ് പോരാ, ഇനിയിപ്പോ നാളെ ഇപ്പൊ അങ്ങോട്ട് ചെല്ലണല്ലോ. അപ്പൊ ഒരു കാര്യത്തെ കുറിച്ച് നമ്മളെ മനസ്സിലെ അതേക്കുറിച്ച് എങ്ങനെയാണോ അപ്പൊ ആ കാര്യത്തെ കുറിച്ച് അവിടുത്തെ വൈബ്രേഷൻ മൂലം, അല്ലെങ്കിൽ ആ ടീച്ചർ ഓക്കെ അല്ല, അല്ലെങ്കിൽ ആ ടീച്ചർ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണില്ല, അങ്ങനെയാണ് നമ്മൾ മനസ്സിൽ അതിനെക്കുറിച്ച് വിചാരിച്ചിരുന്നത്, അല്ലെങ്കിൽ നമ്മളെ ബിലീഫ്സ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മളെ ഡ്രൈവിങ്ങില് നമുക്ക് ഫസ്റ്റ് അറ്റൻഡൻസ് കിട്ടൂല എന്നുള്ളത്. അതായത് നമ്മൾ അവിടെ നമ്മളെ ബിലീഫ്സ്, അവർ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ അവിടുത്തെ സർവീസ് ശരിയല്ല എന്ന് പറയുമ്പോൾ നമ്മളെ മൈൻഡിൽ ആ ഒരു സ്ഥാപനത്തെ കുറിച്ച് തന്നെ വൈബ്രേഷൻ ഭയങ്കര ലോ ആണ്. അപ്പൊ ശരിക്കും പറഞ്ഞാല് അപ്പൊ പല ആളുകളും പറയും അപ്പൊ എന്താ അപ്പൊ അവിടെ അങ്ങനെയാണെന്ന്. അപ്പൊ അവിടെ നമ്മള് ആ സർവീസിനെ മോശമാണ് എന്നതിനപ്പുറം അവിടെ ഒരുപാട് ആളുകൾക്ക് നല്ല സർവീസും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലേ നമ്മൾ അവിടെ ജോയിൻ ആയിട്ടുള്ളത്. എല്ലാം നമ്മൾ ബെസ്റ്റ് ആണല്ലോ ചൂസൺ ചെയ്യുക, എല്ലാതും നമ്മൾ ബെസ്റ്റ് ആണ് തെരഞ്ഞെടുക്കുക. പക്ഷെ നമ്മൾ ചെന്നപ്പോ അവിടെ കിട്ടിയില്ല എന്നുള്ളൊരു കാരണത്താല് നമ്മളെ മനസ്സിൽ എല്ലാത്തിനോടും നമുക്ക് അതുപോലെ ഒരു ബിലീഫ്സ് ഉണ്ട്. നമ്മളെ ഉള്ളിലുള്ള വിശ്വാസത്തിനനുസരിച്ചാണ് നമ്മളെ ലൈഫിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങളെ ലൈഫിൽ നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളെ ലൈഫിനെ വിശ്വസിച്ച് വെച്ചിട്ടുള്ളത്, എന്റെ ലൈഫ് ഇങ്ങനെ പോകുള്ളൂ, അത് ചെറുപ്പം മുതലേ നമുക്ക് കിട്ടുന്ന കാര്യമാണ്. നമ്മൾ ജനിച്ച അന്ന് മുതൽ നമുക്ക് കിട്ടുന്ന കാര്യമാണ് വിശ്വാസങ്ങൾ എന്ന് പറയുന്നത്. ഈ വിശ്വാസങ്ങളിൽ വർക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നിങ്ങൾക്ക് ഓരോ ടാസ്കുകൾ തന്നിട്ടുണ്ടായിരുന്നു, നിങ്ങളെ വിശ്വാസങ്ങളൊക്കെ എഴുതി വെക്കുക എന്ന് പറയുന്നത്. അത് ചെറിയ കാര്യമേ അല്ല. നമ്മൾ ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെയുള്ള വിശ്വാസങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടായത് കൊണ്ട് തന്നെ ഒരു കാര്യം ലൈഫിൽ സംഭവിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ഇത് അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇത് നടക്കൂല, അല്ലെങ്കിൽ ഈ കാര്യം ഓക്കെ അല്ല, അതിന്റെ ഉമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എന്റെ വീട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നടക്കൂല, അല്ലെങ്കിൽ എന്താ നമ്മൾ കേട്ടിട്ടുള്ള ബിലീഫ്സുകൾ നമ്മൾ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വർഷങ്ങൾ കഴിയേണ്ടി വരും ചില വിശ്വാസങ്ങൾ മാറ്റണം എന്നുണ്ടെങ്കിൽ. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബന്ധങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതിയെ കുറിച്ചൊക്കെ നമുക്ക് പല വിശ്വാസങ്ങളാണ്. അതുപോലെ ബന്ധങ്ങളിലൊക്കെ വിള്ളലുകൾ ഉണ്ടാവാൻ കാരണം തന്നെ നമ്മൾ ഉള്ളിലുള്ള വിശ്വാസം. അപ്പൊ ഈ വിശ്വാസത്തിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജീവിച്ച് അതില് ഇപ്പം
ഡ്രൈവിംഗ് പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രൈവിംഗ് പഠിപ്പിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ പറയാം, ആദ്യം ഇങ്ങനെ പിടിക്കുക, പിന്നെ റൈറ്റിക്ക്, പിന്നെ ലെഫ്റ്റിക്ക്, പിന്നെ എന്താ സൈറ്റ് റൈറ്റ്, അങ്ങനെ നമുക്കിങ്ങനെ വായോണ്ട് പറയല്ല. നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് ലൈഫിൽ നമുക്ക് ഡ്രൈവിംഗ് ആയിക്കോട്ടെ എന്ത് കാര്യം നമ്മൾ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് അത് ഭയങ്കര ടാസ്ക് ഉള്ള കാര്യം നമുക്കറിയാം. എല്ലാ കാര്യവും അങ്ങനെയാണ്. ഇപ്പൊ നമ്മള് ഒരു ഇംഗ്ലീഷ് പഠിക്കാനുള്ള സ്ഥാപനത്തിൽ കയറി, അല്ലെങ്കിൽ നമ്മൾക്കൊരു ന്യൂ സ്കില്ല് എന്തെങ്കിലും ന്യൂ ആയിട്ട് എന്തെങ്കിലും പഠിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ അതിക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് എല്ലാവരും ചെയ്യുന്നുണ്ട്. എന്റെ അപ്പുറത്ത് അടുത്ത് കുട്ടി ചെയ്യുന്നുണ്ട്, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ചെയ്യുന്നുണ്ട്, എന്റെ ഫാമിലിത്തെ എല്ലാവരും ഡ്രൈവ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇറങ്ങി പുറപ്പെടുമ്പോഴാണ് അത് എത്രത്തോളം ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റൂല എന്നുള്ള അവസ്ഥയ്ക്ക് വരെ നമ്മൾ എത്തുന്നത്. ലൈഫും അതുപോലെ തന്നെയാണ്. നമ്മൾ ലൈഫിലേക്ക് ഇറങ്ങുമ്പോഴാണ്, അല്ലെങ്കിൽ ലൈഫിൽ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ലൈഫിൽ എക്സ്പീരിയൻസ് കിട്ടുമ്പോഴാണ് നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ ലൈഫിൽ പഠിക്കുന്നത്. ഇപ്പൊ ഇവിടെ നിന്ന് അറിവുകൾ സ്വീകരിക്കുമ്പോഴാണ് നമ്മൾ ലൈഫിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴാണ് ഇങ്ങനത്തെ തലങ്ങളൊക്കെ ഉണ്ട് ലൈഫിൽ എന്ന് അറിയണത്. അങ്ങനെയാണ് ലൈഫിൽ പരാജയങ്ങളും വിജയങ്ങളും ഒക്കെ വരുമ്പോൾ വലിയ വലിയ ലെസൺസ് ആണ് നമ്മൾ കടന്നു പോകുന്നത്. ഇപ്പൊ നമ്മൾ വിചാരിച്ച എക്സ്പെക്ട് ചെയ്ത കാര്യങ്ങൾ ലൈഫിൽ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാല് നമ്മുടെ ലൈഫ് അത്ര സ്മൂത്തായി നമ്മള് നമ്മൾ ആ ലൈഫ് പോകും. പക്ഷെ നമ്മൾ അതിന്റെ കൂടെ പരാജയം കിട്ടിക്കഴിഞ്ഞ് നമുക്കൊരു വിജയം കിട്ടുമ്പോൾ ആ പരാജയത്തെക്കാൾ അടിപൊളിയായിരിക്കും. കാരണം നമുക്ക് ഓൾറെഡി പരാജയം കിട്ടിയതുകൊണ്ട് വിജയത്തിന്റെ ഫലം, അതായത് അത് ഭയങ്കര ഫ്രൂട്ട്ഫുൾ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോ ലൈഫിന്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. ലൈഫിൽ എന്ത് കാര്യം നമ്മൾ ഇറങ്ങി പുറപ്പെടുമ്പോഴാണ് അതിന്റെ എല്ലാ വശങ്ങളും നമുക്ക് മനസ്സിലാവുക. ഒരാളുടെ വാക്കുകൾ കൊണ്ടോ, അല്ലെങ്കിൽ ഇപ്പോ ഇമോഷൻ തലത്തിൽ വർക്ക് ചെയ്യാനൊക്കെ പറയുമ്പോൾ ഇപ്പൊ നിങ്ങൾക്കൊക്കെ തോന്നുന്നുണ്ടാവും, മാമിന് പറയാൻ നല്ല സുഖം, ഞാൻ എത്രങ്ങാനും അനുഭവിക്കുന്നുണ്ട്, ഞാൻ ഇങ്ങനെ സിറ്റുവേഷൻസിലൂടെ പോകുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അപ്പൊ ഞാൻ പല ആളുകളോടും പ്രശ്നങ്ങൾ വന്ന് പറയുമ്പോൾ ചില ആളുകളോട് ഞാൻ സിമ്പിൾ ആക്കിയാ പറയാം, ചില ആളുകളോട് ഞാൻ ചൂടായിട്ടാണ് പറയാ, ചില ആളുകളോട് ഞാൻ കാമൻ ക്വയറ്റായിട്ടാ പറയാം. അപ്പൊ അവർക്ക് തോന്നുന്നു, എന്താ തോന്നുക, ഈ മാമിന് എന്താ അത്രയും സങ്കടം പറഞ്ഞിട്ട് എന്താ അവരിങ്ങനെ മനസ്സിലാക്കുന്നത്. ഇപ്പൊ നിങ്ങളൊരു ഇമോഷൻസ് ഷെയർ ചെയ്ത് കഴിഞ്ഞാല് ഞാനും ആ ഇമോഷൻസിന്റെ കൂടെ നിന്ന് കഴിഞ്ഞാല് നമ്മുടെ വൈബ്രേഷൻ എന്റേതും കൂടി ഞാൻ നിങ്ങളെയും കൂടി കൂടെ നിന്ന് തരുമ്പോ ഞാൻ വൈബ്രേഷൻ ലോ ആവാ ചെയ്യുന്നത്. നിങ്ങളെക്കാൾ വൈബ്രേഷൻ ഹൈ ആയി നിൽക്കുമ്പോഴാണ് എനിക്ക് വിസ്റ്റംസിലൂടെ നിങ്ങളെ ഹീൽ ചെയ്യാനും നിങ്ങളെ പെയിന് റിലീസ് ചെയ്യാനും എനിക്ക് പറ്റുള്ളൂ. അപ്പോ പല ആളുകളും റിപ്ലൈ തരാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ റിപ്ലൈക്ക് നിങ്ങൾ വിചാരിച്ച രീതിയിൽ, കാരണം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യം ഇങ്ങനെ ചെയ്താലേ റിസൾട്ട് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ പോയാലേ റിസൾട്ട് ഉണ്ടാവുള്ളൂ. ഇപ്പൊ ചില ആളുകളുടെ വിചാരം കണ്ടിന്യൂസ് വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ അഫർമേഷൻ ചെയ്യണം, അങ്ങനെ അങ്ങനെയൊന്നല്ല. ആദ്യം നമ്മളെ മൈൻഡ് സെറ്റിൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് പതിപ്പിച്ച് വെക്കാൻ നമുക്ക് പറ്റണം. ഇപ്പൊ എന്താ ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോ ഒരു ന്യൂ സ്കില്ല് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഉള്ളില്, ഇപ്പൊ ഡ്രൈവിംഗ് പഠിക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു ഫിയർ ഉണ്ട്. ആ ഫിയർ ഇപ്പോ ചിലപ്പോൾ ആക്സിഡന്റ് മുന്നേ കണ്ടിട്ടുള്ളതാവാം, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളില് വണ്ടി കാണുമ്പോൾ തന്നെ ഒരു ഭയമായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ആ ഉള്ളിലത്തത് അത് ക്ലിയർ ചെയ്തിട്ടാണ് നമ്മള് അതിൽ ഇപ്പോ ഡ്രൈവിംഗ് ഞാനൊരു എക്സാമ്പിൾ ആയി പറയാൻ കാരണം അതൊരു സ്കില്ലാണ്. ആ സ്കില്ല് നമ്മളെ മൈൻഡിൽ ആദ്യം ഓടിച്ച് അത്തരത്തിലുള്ള വീഡിയോസ് കാണുക, നമ്മൾ അത്രയും നമ്മൾ വേണ്ട രീതിയിൽ അത് നമ്മളെ മനസ്സിൽ വരുത്താൻ പറ്റണം നമുക്ക്. അതേപോലെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് നമ്മളെ ലൈഫിൽ വരുത്തേണ്ട മാറ്റങ്ങൾ ആദ്യം മനസ്സിൽ കാണാൻ നമുക്ക് പറ്റണം. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, മൈൻഡ്, ബോഡി, സോള്. നമ്മൾ സോൾ പ്രവർത്തനത്തിലേക്ക് എത്തിയിട്ടും കൂടിയില്ല. സോൾഫുൾനെസ്, നിങ്ങൾ മൈൻഡ്ഫുൾനെസ് ഇപ്പൊ പ്രാക്ടീസ് ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് എന്താ ഏഹ് ഈ മൊമെന്റിൽ ജീവിക്കാൻ പറയണം. അതായത് ഈ മൊമെന്റിൽ ഗ്രേറ്റ്ഫുൾ ആവുക, ഈ മൊമെന്റിൽ കണ്ണിൽ കണ്ടതിനോടൊക്കെ നന്ദി പറയുക, പാസ്റ്റിനെ കുറിച്ചും ഫ്യൂച്ചറിനെ കുറിച്ചും ഒഴിവാക്കിയിട്ട് ഈ മൊമെന്റിൽ എപ്പോഴും ജീവിക്കാൻ ശ്രമിക്കുക. ഓരോ മൊമെന്റും നമുക്ക് പ്രഷ്യസ് ആണ്. 24 അവർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇന്ന് നമ്മൾ സമയം പോണെന്ന് അറിയുന്നേ ഇല്ല, മണിക്കൂറുകൾ ചെലവഴിക്കുന്ന നമ്മൾ അറിയുന്നേ ഇല്ല. അപ്പൊ ഈ 24 അവറിനും ഓരോ സെക്കൻഡുകളും നമുക്ക് അത്രയും വാല്യൂ ആയതാണ്. നമ്മൾ ജീവിച്ചിരിക്കുക ചെയ്യുന്നത്. നമ്മൾ ഉണരുന്നത് മുതൽ ഉറങ്ങാൻ പോണത് വരെ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുക ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഓരോ സമയം ചെയ്യുന്ന കാര്യത്തില് കോൺഷ്യസ്ലി നമ്മൾ അതൊന്ന് തെന്നി മാറുകയൊക്കെ ചെയ്യും. പക്ഷെ നമ്മൾ ഫോഴ്സ്ഫുള്ളി നമ്മളെ സെൽഫിനെ നമ്മളിങ്ങനെ പുഷ് ചെയ്യണ്ട. നമ്മൾ ആ ഫ്ലോയില് പോവാൻ ശ്രമിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നത് ഈ മൊമെന്റിലാണോ നമ്മൾ അവെയർ ആവുക. നമ്മൾ സങ്കടം വരുമ്പോഴും ഈ മൊമെന്റിലാണോ, അതും വേറെ എന്തെങ്കിലും കാര്യത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നത്, പാസ്റ്റിനെ കുറിച്ചാണോ ഫ്യൂച്ചറിനെ കുറിച്ചാണോ, അതാണെങ്കിൽ അത് ഒഴിവാക്കുക. കാരണം അത് ചിന്തിച്ചിട്ട് കാര്യമില്ല. പാസ്റ്റിനെ കുറിച്ച് ആലോചിച്ചിട്ട് നമുക്ക് ഒരിക്കലും മാറ്റം വരുത്താൻ പറ്റില്ല. ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ചാൽ അത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നതേ അല്ല വരിക. അതുകൊണ്ട് ഈ മൊമെന്റിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ച് നമുക്ക് എന്താവണം ചിന്തിക്കുക. പക്ഷെ ഫ്യൂച്ചറിനെ കുറിച്ച് ആവലാതിപ്പെട്ടിട്ട് കാര്യമുണ്ടോ?
അതൊരിക്കലും നമ്മളല്ല പ്രഡിക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ മൊമെന്റിൽ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ആളുകൾ ഫ്യൂച്ചറും ഗ്രേറ്റ്ഫുൾ ആവാനുള്ള അവസരങ്ങൾ പടച്ചോന് തന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഇപ്പൊ നിങ്ങൾ ലൈഫിന്റെ ഏത് സിറ്റുവേഷൻസിലൂടെ കടന്നു പോവുകയാണെങ്കിലും അതിനെ നമുക്ക് ഇപ്പൊ നമ്മൾക്ക് പാസ്റ്റിലുള്ള എല്ലാം ക്ലിയർ ചെയ്ത് അല്ലെങ്കിൽ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും ഒഴിവാക്കിയിട്ട് ഈ ലോകത്ത് ജീവിക്കാൻ ആർക്കും പറ്റില്ല. അതായത് ഫുള്ളി ഹീൽഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ ഈ ലോകത്തില്ല. ഉള്ളിൽ മുറിവില്ലാത്ത ഒരാൾക്കും പുറത്ത് വെളിച്ചം കാണാനും പറ്റൂല. അതുകൊണ്ടാണ് വൂണ്ട് ഈസ് ദ പ്ലേസ് ലേറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾക്ക് മുറിവുണ്ട്, ആ മുറിവിലൂടെയാണ് നമ്മൾ വെളിച്ചം കാണപ്പെടുക. അപ്പൊ വേദനകൾ ഇല്ലാത്ത ഒരാൾക്ക് വെളിച്ചം പോലും കാണാൻ പറ്റൂല എന്നുള്ളതാണ്. ഒരു വേദനയില്ല, എല്ലാം കംഫർട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അവർക്കൊരു വെളിച്ചം കാണാനും കൂടി കഴിയൂല എന്നുള്ളത്. അപ്പൊ ഫുള്ള് വെളിച്ചം നിറഞ്ഞ ഒരു സ്ഥലത്ത് നമുക്ക് ഇരുട്ടിനെ വെളിച്ചത്തെ പ്രകാശിച്ച് കാണാൻ പറ്റൂല. ഇരുട്ടായടുത്താണ് നമുക്ക് വെളിച്ചത്തെ നല്ല തെളിഞ്ഞ് കാണാൻ പറ്റുക. അതായത് ഫുൾ ഇരുട്ടിലാണ് നമ്മൾ വെളിച്ചം മെഴുകുതിരി ഒന്ന് കത്തിച്ചു നോക്കും, നല്ല വെളിച്ചം പ്രകാശിച്ച് കാണാം. ഇപ്പൊ ഫുള്ള് ലൈറ്റ് കത്തുന്നിടത്ത് നമുക്ക് വെളിച്ചം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ വെളിച്ചത്തിന് അത്ര പ്രകാശം തോന്നൂല. അതേപോലെ തന്നെ ഇരുട്ടുള്ളവർക്ക് മാത്രമാണ് വെളിച്ചത്തെ നല്ല രീതിയിൽ, അതായത് ലൈറ്റ് വിത്തിൻ അസ് എന്നുള്ളതാണ്. നമ്മൾ ഉള്ളിൽ തന്നെ ഉണ്ട് വെളിച്ചം. ആ വെളിച്ചത്തെ നിങ്ങൾ ഒരിക്കലും പുറത്ത് നിന്ന് അന്വേഷിക്കാൻ ശ്രമിക്കരുത്. അതുകൊണ്ടാണ് നിങ്ങൾ കണ്ടിന്യൂസ് മെഡിറ്റേഷൻ ചെയ്യാന്ന് ഞാൻ പറയുന്നത്. ആ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നിങ്ങൾ നിർത്തരുത്. അത് കണ്ടിന്യൂസ് മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യമാണ് മെഡിറ്റേഷൻ. കാരണം ആ ലൈറ്റ് നമ്മളെ ഉള്ളിലുള്ളത് നമ്മൾ ഓപ്പൺ ചെയ്യണം എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആക്ടിവിറ്റി അപ്പൊ ഈ ഞാൻ പറഞ്ഞല്ലോ, ഈ എല്ലാ സൺഡേയ്സും ഉള്ള ക്ലാസ്സുകളെ ഓരോ ദിവസം ഓരോ ടോപ്പിക് ആയിരിക്കും നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ലൈഫിലുള്ള ഓരോ പോയിന്റുകളായിരിക്കും അത് റെക്കോർഡിംഗ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ റെക്കോർഡിംഗ് നിങ്ങൾക്ക് കേട്ടിട്ട് അത് വർക്ക് ചെയ്യുക. അതിൽ ടിപ്സുകളും ട്രിക്സുകളും ലൈഫിലുള്ള ഓരോ ഏരിയ കവർ ചെയ്തിട്ടാണ് അതിൽ ചിലപ്പോൾ വീക്കിലി ടാസ്കുകൾ ഉണ്ടാവാൻ, അത് നിങ്ങളെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലായിരിക്കൂല. ആ 1 അവർ നിങ്ങൾക്ക് ലൈഫിലെ ആ ഒരു 1 വീക്കിനുള്ള എല്ലാ ഫ്യൂവലും ആ സെഷൻസ് നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്. അപ്പൊ ഈ ഒരു എന്താ ഹാപ്പിനെസ് ന്യൂസ് ആണ്. ആ ഹാപ്പി ന്യൂസ് നിങ്ങളെ ലൈഫിൽ നിങ്ങളത് എന്തായാലും ഇംപ്ലിമെന്റ് ചെയ്ത് പറഞ്ഞാൽ ഹ്യൂജ് ഷിഫ്റ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ട്രാൻസ്ഫോർമേഷൻ പറഞ്ഞ പോലെ തന്നെ ചേഞ്ചസ് ആണെങ്കിൽ നമുക്ക് ഇപ്പോ നിങ്ങൾ കേട്ട ഈ നമ്മൾ കേൾക്കും ഭയങ്കര സൗണ്ടിലൊക്കെ കേട്ട് ചില മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ, അത് നമുക്ക് അവിടെ ഇരിക്കുമ്പോൾ ഭയങ്കര ഈ 10ാം ക്ലാസ്സിലൊക്കെ നമുക്ക് കിട്ടും. അതായത് ഐ ക്യാൻ യു ക്യാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭയങ്കര പൊട്ടിത്തെറിച്ചിട്ടുള്ള മോട്ടിവേഷന്. ആ മോട്ടിവേഷൻ നമുക്ക് അവിടെ കേൾക്കുമ്പോൾ ഭയങ്കര എനർജി ആയിക്കാരം. പക്ഷെ അവിടുന്ന് ആ ക്ലാസ്സും കഴിഞ്ഞാണ്ട് പിറ്റേ ദിവസം അതേ റൂട്ടീനൂടെ ആയിക്കാൻ പോണത്. അപ്പൊ ഈ മോട്ടിവേഷൻ നമുക്ക് ചേഞ്ചസ് ഉണ്ടാക്കുക. അത് നമ്മൾ ഉള്ളിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയാലാണ് അതിന് കൺസിസ്റ്റൻസി ഉണ്ടാക്കുക. മോട്ടിവേഷൻ നമ്മൾ തന്നെ സ്വയത്തിന് കൊടുക്കേണ്ട കാര്യം. നമ്മൾ നമ്മളെ പുഷ് ചെയ്യാത്തിടത്തോളം കാലം പുറത്തുനിന്നുള്ള ഒരു മോട്ടിവേഷൻ നമ്മളെ സഹായിക്കൂല. അപ്പൊ ഈ ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ കൺസിസ്റ്റൻസി ആയി നിലനിർത്താൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് വിസ്ഡംസ് അത്യാവശ്യമാണ്. നോളജും വിസ്ഡംസും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, നോളജ് എന്ന് പറഞ്ഞാൽ അറിവാണ്. ഈ വിസ്ഡംസ് എന്ന് പറയുന്നത് എക്സ്പീരിയൻസിലൂടെ നമുക്ക് കിട്ടുന്ന ലേണിംഗ് ആണ്. അതായത് നോളജും വിസ്ഡംസും തമ്മിലുള്ള വ്യത്യാസം, നോളജ് നമുക്ക് അറിവാണ്. ചില ആളുകൾ അറിവിനെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ചില ആളുകൾ അറിവ് കിട്ടിയിട്ട് ഭ്രാന്താകുന്ന അവസ്ഥയിലുണ്ട്. അതായത് അറിവുകളെ നേരെ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാതെ തെറ്റായ ഗൈഡൻസിലൂടെ കടന്നു പോകുന്ന പല ആളുകളുണ്ട്. കാരണം ഇന്ന് പലതരത്തിലുള്ള ഗൈഡൻസ് കിട്ടാനും പല സോഷ്യൽ മീഡിയയിൽ നമുക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് ഗൈഡൻസ് കിട്ടിയില്ല അല്ലെങ്കിൽ അറിവ് കൂടിയത് കൊണ്ട് തല തിരിഞ്ഞു പോകുന്ന ഒരുപാട് വ്യക്തികളുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ നോളജിനെ വിസ്ഡംസ് ആക്കി മാറ്റുന്നത്, അത് എക്സ്പീരിയൻസിലൂടെ വിസ്ഡംസ് ആവുന്നത്. അതായത് നമ്മളെ ലൈഫിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ റിസൾട്ട് ഓറിയന്റഡ് ആവുമ്പോഴാണ് അത് വിസ്ഡംസ് ആയി മാറുന്നത്. അപ്പൊ ആ വിസ്ഡംസിലൂടെയാണ് നമ്മളെ ലൈഫിന്റെ ഓരോ ഏരിയ എടുത്ത് കവർ ചെയ്ത അറ്റ്ലീസ്റ്റ് നമ്മളെ മൈൻഡ് സെറ്റിലേലും ഇത്തരത്തിലുള്ള അവയർനെസ് കൊണ്ടെത്തിച്ചു കഴിഞ്ഞാല് നിങ്ങൾ വിചാരിക്കണം എനിക്കൊരു മാറ്റം വന്നില്ലല്ലോ, അല്ലെങ്കിൽ എനിക്കൊരു മാറ്റം കോൺഷ്യസ്ലി കാണുന്നില്ലല്ലോ എന്നൊക്കെ. ശരിക്കും പറഞ്ഞാല് വിത്തിട്ട പോലെയാണ് ഓരോ വിസ്ഡംസിന്റെ കാര്യങ്ങൾ. നമ്മൾ വിത്തിട്ട് കഴിഞ്ഞാല് ആ വിത്ത് ഇങ്ങനെ വളരുന്നത് നമ്മൾ നോക്കി നിന്ന് കഴിഞ്ഞാല് ആ വിത്തിന് ഒരുപാട് ടൈം എടുക്കും. ഇപ്പൊ നമ്മള് ഒരു തെങ്ങായി വരണം എന്നുണ്ടെങ്കിൽ അതിന് 3 വർഷം എടുക്കും, 5 വർഷം എടുക്കും ഒക്കെ ചെയ്യും. അതായത് ഇന്നത്തെ കാലത്ത് 3 വർഷം കൊണ്ടൊക്കെ ഒരു തേങ്ങ നമുക്ക് എടുക്കാൻ പറ്റും. അതേപോലെ തന്നെയാണ് മനസ്സിൽ ഓരോ അവയർനെസ്സും നമ്മൾ പതിപ്പിക്കുന്ന വിത്ത് ഇടുന്നതിന് തുല്യാണെന്നുള്ളതാണ്. അതായത് നമ്മൾ വിത്ത് പാകുന്ന ഈ നല്ല നല്ല തോട്ട്സുകൾ നമ്മളെ മൈൻഡിൽ നിറക്കുന്നത് ഓരോ വിത്തുകളും നമ്മളെ ലൈഫിലെ വലിയ ഫ്രൂട്ട്ഫുൾ ആയിട്ട് നമുക്ക് റിസൾട്ട് ആയിട്ട് പുറത്തു വരും എന്നുള്ളതാണ്.
ഇത് എന്താ നമ്മൾ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ ലൈഫിൽ മാറ്റങ്ങൾ വരണം, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ഹീൽ ചെയ്താൽ ഞാൻ ഭയങ്കര ഹാപ്പി ആവും, ഇത് റെഡിയായ ഞാൻ ഹാപ്പി ആവും, അങ്ങനെ വിചാരിക്കുന്ന എക്സ്റ്റേണൽ ഫാക്ടറിനെ നിങ്ങൾ എന്തായാലും അതിനൊന്ന് മാറ്റി വെച്ചിട്ട് ആദ്യം ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഫോക്കസ് മൊത്തം നിങ്ങൾ സെൽഫിന് കൊടുക്കുക. അതായത് സെൽഫിന്റെ ഒരുപാട് കോർ ഏരിയകൾ ഉണ്ടാവും. ഇപ്പോൾ നിങ്ങളെ റിലേഷൻഷിപ്പ്, നിങ്ങളെ ഫാമിലി, നിങ്ങളെ ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ, നിങ്ങളെ മക്കൾ, ഇതൊക്കെ നമ്മളെ റോളുകളൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യണം. നമ്മളെ റോളുകളൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളെ ഇൻഡിവിജ്വലിറ്റി ആയി നമ്മൾ കണക്ട് ചെയ്യൽ നിർബന്ധമായിട്ടുള്ള കാര്യം നമ്മളെ വ്യക്തിത്വം, നമ്മളെ പേഴ്സണാലിറ്റി, നമ്മളുടെ അതായത് സെൽഫ് എസ്റ്റീം, സെൽഫ് ലവ് ഉള്ള ഒരാൾക്ക് മാത്രമാണ് ഹാപ്പിനെസ് സ്പ്രെഡ് ചെയ്യാനും പീസ് ആയിട്ട് ഇരിക്കാനും, അതുപോലെ നമ്മൾ എന്താണോ നമ്മൾ പ്രൊഫഷണലി അടിപൊളിയാവാനും അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫിൽ സമാധാനപരമായി മുന്നോട്ട് പോകാനൊക്കെ ആദ്യം നമ്മൾ യഥാർത്ഥ സെൽഫുമായി നമ്മൾ കണക്ട് ചെയ്ത് ആ ഒരു പേഴ്സണാലിറ്റി, നമ്മളുടെ ആ ഒരു വ്യക്തിത്വമായി നമ്മൾ കണക്ട് ചെയ്ത് നിന്നാലാണ് നമ്മളിൽ നിന്ന് വരുന്ന എല്ലാ റോളും നമുക്ക് ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നല്ല പാരന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നല്ല മകനായിരിക്കാം, ഇതൊക്കെ നമ്മളൊക്കെ ഒരുപാട് റോളുകൾ ചെയ്യുന്ന ആളുകൾ. ഇപ്പൊ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്, ഉമ്മ ആയിരിക്കാം, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും, പ്രൊഫഷണൽ വർക്ക് ചെയ്യുന്നുണ്ടാവും, പേഴ്സണൽ ലൈഫിൽ ഒരുപാട് റോളുകൾ എടുക്കുന്നത്, മരുമകളായിരിക്കാം, മകളായിരിക്കാം, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ റോളുകളൊക്കെ നമ്മളിൽ നിന്ന് അടിപൊളി ആയിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിലുള്ള യഥാർത്ഥ സെൽഫ്, ഇപ്പൊ നിങ്ങൾ എന്താ ഇപ്പൊ വിസ്റ്റംസ് കിട്ടുമ്പോൾ നമുക്ക് തലക്കനല്ല ഉണ്ടാവും, നമ്മൾ അതിൽ ചിന്തിക്കണം. അപ്പൊ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് പറയുന്നത് പോലെ ഓരോ ക്വാളിറ്റി ആയിട്ടുള്ള പോയിന്റ്, നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്യുന്ന പോയിന്റുകൾ നിങ്ങൾ എഴുതി വെക്കും. ഇപ്പൊ ഞാൻ ക്ലാസ് തുടങ്ങിയ അപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്ത പോയിന്റുകൾ നിങ്ങൾ എഴുതി വെക്കണം. കാരണം അത് നമുക്ക് സ്ട്രൈക്ക് ചെയ്യാൻ കാരണം അതുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവാം. അപ്പൊ അതുകൊണ്ടാണ് അത് നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്യാൻ കാരണം. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ എന്തായാലും എഴുതി വെക്കണം, അതിൽ നിങ്ങൾ വർക്ക് ചെയ്യും വേണം. അപ്പോ എന്താ ഇനി എല്ലാ സാറ്റർഡേയും നിങ്ങൾക്ക് സെഷൻസ് ഉണ്ടാവും. ആ സെഷന് റെക്കോർഡിംഗ് അവൈലബിൾ ആയിരിക്കും. അതിൽ പറയുന്ന ഓരോ പോയിന്റുകളും നിങ്ങൾ എന്താ ഇപ്പോ വർക്ക് ചെയ്യാനുള്ളതാണ്. ലൈഫിന്റെ ഓരോ ഏരിയ എടുത്തിട്ടാണ് നമ്മൾ ഓരോ ടോപ്പിക് ആയിരിക്കും കവർ ചെയ്യണത്. ആ ടോപ്പിക് കവർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് അവയർനെസ് കിട്ടും. ആ അവയർനെസ് സ്റ്റേജിൽ നിന്നാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്ത് പോണത്. അപ്പോ ഇന്നത്തെ ക്ലാസ് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യലും, പിന്നെ നെക്സ്റ്റ് ടൂളുകൾ ഷെയർ ചെയ്യേണ്ടുന്ന ഡേറ്റുകൾ ഞാൻ ഓരോ ദിവസം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു സെഷൻ എടുക്കാൻ പോലുള്ള ഒരു സിറ്റുവേഷൻസിലല്ല ഇപ്പൊ ഞാൻ നിൽക്കുന്നത്. പക്ഷേ എനിക്കിത് ഇത് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോലെ എൻ്റെ ഒരു പർപ്പസായി മാറിയത് കൊണ്ടും നിങ്ങളിലേക്ക് ഇത് ഷെയർ ചെയ്യലുള്ള എൻ്റെ ദൗത്യമായി മാറിയത് കൊണ്ട് മാത്രമാണ് ഞാനിത് അതായത് സിറ്റുവേഷൻ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മളൊക്കെ പല സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നത്, എല്ലാ ദിവസവും നല്ല ഹാപ്പി ആയിട്ട് പോയിക്കൊള്ളണമെന്നൊന്നുമില്ല. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാനിപ്പോ 100% ഹാപ്പിയാണ്. പക്ഷെ എന്റെ സിറ്റുവേഷൻ ബേസ് ചെയ്ത് ചുറ്റുള്ള ആളുകളൊക്കെ, അതായത് പലരും പല രീതിയിലായിരിക്കും അതിനെ നോക്കിക്കാണുന്നത്. പക്ഷെ ഞാൻ എൻ്റെ പേഴ്സണാലിറ്റിയുമായി നന്നായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ എന്നെ ഒരു തരത്തിലും ഒന്നും ബാധിക്കൂല എന്നുള്ളത്. എന്റെ ഫാമിലി എന്റെ കൂടെ ഉണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്റെ സൊസൈറ്റി എന്റെ കൂടെ ഉണ്ട്. പക്ഷെ സിറ്റുവേഷൻസ് നമ്മൾക്ക് എതിരായിട്ട് വരുമ്പോഴും നമ്മൾ നമ്മളെ കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മളെ എനർജി നമ്മൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ വിഷമിക്കൂല. നമ്മൾ എപ്പോഴും ഉയർന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാ. കാരണം നമ്മൾ എപ്പോഴും വർക്ക് ചെയ്യുന്നത് നമ്മളെ വൈബ്രേഷൻ കൂട്ടാനും, നമ്മളെ എനർജി നെഗറ്റീവായി പരാതി പറയുന്നതും കുറ്റം പറയുന്നതും, എവിടെയും നമുക്ക് എവിടെ ചെന്നാലും നന്മയും തിന്മയും കാണാൻ പറ്റും. നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾക്ക് നന്മയും കാണാൻ പറ്റും, തിന്മയും കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ എവിടെയെങ്കിലും പഠിക്കാൻ പോവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തെ കുറിച്ച് അറിയുകയോ അല്ലെങ്കിൽ ഏതൊരു പുതിയ വ്യക്തിയെ പരിചയപ്പെടുകയോ അല്ലെങ്കിൽ വേറെ ഒരു എന്തിലും നിങ്ങൾക്ക് നന്മയും തിന്മയും കാണാൻ പറ്റും. ഏതൊരു മനുഷ്യരെ പുതിയതായിട്ട് മീറ്റ് ചെയ്യുമ്പോഴും, ഏതൊരു സ്ഥാപനത്തെ അല്ലെങ്കിൽ എന്ത് കാര്യത്തിലും നിങ്ങൾക്ക് നന്മയും തിന്മയും കാണാൻ പറ്റും. ആ നന്മയെ തിരഞ്ഞെടുക്കാനുള്ള ആ വിശാലമായ മനസ്സാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. നമ്മളെ മനസ്സിന്റെ കൂടെ നമ്മൾ നിലനിൽക്കുക. അതായത് എന്റെ കൂടെ ഞാനുണ്ട്, എന്ത് തകർന്നു വന്നാലും ഞാനുണ്ട്. ഇത് സ്ട്രോങ് ആയിട്ട് നമുക്ക് പിടിക്കാൻ പറ്റണം. ഇത് നമ്മളെ മൈൻഡ് നമ്മളെ കൂടെ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചിതറി എന്തൊക്കെയോ ചിന്തിച്ചോണ്ട്, പല ആളുകളും പറയുന്ന കാര്യമാണ് ഓവർ തിങ്കിങ്ങിന്റെ ഇഷ്യൂ. ഈ ഓവർ തിങ്കിങ്ങിന്റെ ഇഷ്യൂ എന്താന്നുള്ളത് കൊണ്ട് ബോഡിയും സോളും കണക്ട് ചെയ്യുന്ന ഹേർട്ട് പാർട്ടാണ് മൈൻഡ് എന്ന് പറയുന്നത്. അതായത് മൈൻഡിനെ കൺട്രോൾ ചെയ്താൽ മാത്രമാണ് നമ്മൾ സോൾഫുൾനെസ് ഒക്കെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യം മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്ത ഒരു വ്യക്തിക്ക് മാത്രമാണ് സോൾഫുൾനെസ്സിനൊക്കെ എത്താൻ പറ്റുള്ളൂ. പല ആളുകൾക്കും ആഗ്രഹം ഉണ്ടാവും, ചില ആളുകൾക്ക് സോൾഫുൾനെസ് എന്താണെന്ന് അറിയില്ല. അതായത്
ആ ഒരു രീതി എങ്ങനെ എങ്ങനെ അങ്ങനെ അത്ര അലൈൻഡ് ആയിട്ട് ഇരിക്കണത്? അല്ലെങ്കിൽ ലൈഫിൽ ഇങ്ങനെ ഹാപ്പി ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവില്ല. അത്രയും സമാധാനം സന്തോഷം വരുന്ന ഒരു സമയമാണ് സോൾഫുൾനെസ്. അതായത് നമ്മളെ സൃഷ്ടാവുമായി അത്രയും കണക്ട് ചെയ്ത് നിന്ന് നമ്മളെ ഹൃദയ നമ്മൾ അറിയാലോ, നമ്മളെ ഹൃദയത്തോടും നമ്മളും കണക്ട് ആ വണ്ണസിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഈ സോൾഫുൾനെസ് എന്ന് പറയുന്നത്. അതിലേക്ക് നമ്മൾ എത്തിപ്പെടണം എന്നുണ്ടെങ്കിൽ ആദ്യം മൈൻഡിന്റെ പാർട്ടായ ഇത്തരത്തിലുള്ള ആദ്യം മൈൻഡിലെ അവയർനെസ് കൊണ്ട് ഇത്തരത്തിലുള്ള അറിവുകൾ നേടുമ്പോഴാണ് നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്കായ സോൾഫുൾ. ബോഡി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മൈൻഡാണ്. ബോഡിന്റെ പ്രവർത്തനങ്ങൾ നമുക്കറിയാം. നമ്മൾ എന്താണോ നമ്മളെ മൈൻഡ് എങ്ങനെയാണോ റിഫ്ലക്ട് ചെയ്യുന്നത്, അതാണ് ബോഡി എന്ന് പറയുന്നത്. ഈ ബോഡി നല്ല രീതിയിൽ പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ മൈൻഡ് അവിടെ നന്നായിട്ട് വർക്ക് ചെയ്യേണ്ടതുണ്ട്. നമ്മളെ മൈൻഡിൽ എങ്ങനെയാണോ ബിലീഫ്സ്, നമ്മളെ മൈൻഡിൽ എങ്ങനെയാണ് സിസ്റ്റം നിലനിൽക്കുന്നത്, അതിനനുസരിച്ചായിരിക്കും നമ്മളെ ബോഡി. നമ്മളെ സോൾഫുൾനെസ്സിലേക്ക് നമ്മൾ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ക്ലിയർ ആവണമെന്നുണ്ട്. അപ്പൊ അതിന് നിങ്ങൾ എന്തായാലും മസ്റ്റ് ആയിട്ടും മെഡിറ്റേഷന് ഫോളോ ചെയ്യണം. പിന്നെ ഇന്നത്തെ സെഷന് ഞാൻ അരമണിക്കൂറാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ എല്ലാ സാറ്റർഡേയും നിങ്ങൾക്ക് ഓരോ ടോപ്പിക്കായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ എന്താ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എല്ലാ സൺഡേസ് ആണ് നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കേണ്ടത്. ആ സൺഡേസ് ആണ് ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരിക. കാരണം സൺഡേ ആണ് നമ്മൾ ഫ്രീ ആയിട്ടുള്ളത്. അപ്പൊ ഞാൻ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് റിപ്ലൈ തരാം. അപ്പൊ എല്ലാ സാറ്റർഡേയും ഇനി നമുക്ക് നൈറ്റ് 9 PM കാണാം ഇൻഷാല്ല. നിങ്ങൾക്ക് എന്താ ഇനി എന്തെങ്കിലും കൺസേൺസോ കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ ടോപ്പിക്കുകൾ ഇനി എന്താ നിങ്ങൾക്ക് ടോപ്പിക് ഞാൻ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഇനി ഏതാണ് ബാക്കി എടുക്കാനുള്ളത് അതും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ടും പിന്നെ ഈ സാറ്റർഡേ ഉള്ള ക്ലാസ്സിനും നിങ്ങൾ എന്തായാലും മസ്റ്റ് ആയിട്ട് പങ്കെടുക്കാൻ ശ്രമിക്കുക. അത് നിങ്ങൾ ആ ആ വീക്ക് മൊത്തം എനർജി നിലനിൽക്കാൻ പറ്റുന്ന സെഷൻസ് ആയിരിക്കും. അതിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്സുകളും ടൂൾസുകളും നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാനുള്ള, അതായത് ഓരോ മൊമെന്റും പ്രഷ്യസ് ആണ്, ഗ്രേറ്റ്ഫുൾ ആണ് എന്നുള്ള മൊമെന്റിലേക്ക് നിങ്ങൾക്ക് നിലനിൽക്കാനും പറ്റുമ്പോഴാണ് ഒരാൾ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുക. ഈ മൊമെന്റിൽ നിലനിൽക്കുന്ന ആളുകളാണ് മൈൻഡ്ഫുൾനെസ് ആയിട്ട് എല്ലാ കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. മൈൻഡ്ഫുൾനെസ് ആയി ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ പറ്റുള്ളൂ. നമ്മളെ എല്ലാവരുടെ ആവശ്യം എന്താ? നമ്മളെ പ്രൊഡക്ടിവിറ്റി കൂട്ടുക. നമ്മൾ ഏജ് ഒന്നും ലിമിറ്റ് ഇല്ലാതെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുക, നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുക, നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുക, നമുക്ക് റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ മൈൻഡ്ഫുൾനെസ് കീപ്പ് ചെയ്തിട്ട് അത്രത്തോളം ഇമ്പോർട്ടന്റ് ഉണ്ട് നമ്മളെ ലൈഫില്. മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് മാത്രമാണ് ഹേർട്ടിനെ ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഹേർട്ടിനെ ബാലൻസ് ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ ആദ്യം മൈൻഡിന്റെ പാർട്ട് നമ്മൾ പഠിക്കണം. ഈ മൈൻഡിന്റെ ഓരോ ഏരിയ നമ്മൾ ഓരോ തലത്തിൽ ഇങ്ങനെ പഠിക്കുന്നുണ്ടല്ലോ, ആ അവയർനെസ് എങ്കിലും അറ്റ്ലീസ്റ്റ് ഉണ്ടാവുമ്പോഴാണ് നമ്മൾ ഹേർട്ടിനെ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഹേർട്ടിനെ ബാലൻസ് ചെയ്ത ആളുകൾക്കാണ് നമുക്ക് ആ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച രീതിയിൽ ആ ഒരു എന്താ നമ്മളും നമ്മളെ സൃഷ്ടാവുമായിട്ടുള്ള കണക്ഷനും ആ ഒരു പീസ്ഫുള്ളും ആ ഒരു വണ്ണസിലേക്കും നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ലൈഫിന്റെ തന്നെ കോർ ഏരിയ ആണ് അത്. അപ്പോ ഇനി ഒന്നുകൂടി അങ്ങോട്ട് വൈഡായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ അതായത് നെക്സ്റ്റ് ലെവലാണത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ മൈൻഡിന്റെ പാർട്ട് നിങ്ങൾ ക്ലിയർ ആയി പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇനി ഞാൻ പറയുന്ന ഓരോ ടൂൾസുകളോട് നിങ്ങൾ കടന്നു പോകേണ്ടതുണ്ട്. അത് നിങ്ങൾക്ക് ബേർഡൻ ആയി തോന്നൂല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടൈം കീപ്പ് ചെയ്തിട്ട് നിങ്ങൾ എന്തായാലും മെഡിറ്റേഷൻ ചെയ്യാം. നിങ്ങൾക്ക് ഉപയോഗിക്കാൻ തന്നിട്ടുള്ള അഫർമേഷൻ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ആ ടൂൾ ആ ചാർട്ടിൽ പറഞ്ഞിട്ടുള്ള ഓരോ ടാസ്കുകളും നിങ്ങൾക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് നിങ്ങളെ മൈൻഡ് നിങ്ങളെ കൺട്രോളിലാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ വർക്ക് ചെയ്തേ പറ്റുള്ളൂ. കാരണം ഇത്രയും കാലം നമ്മളെ കൺട്രോളിലല്ല നമ്മളെ മൈൻഡ് എന്നുണ്ടെങ്കിൽ അതിൻ്റെതായ സിറ്റുവേഷനും പ്രശ്നങ്ങളും നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ പെട്ടെന്ന് അതിനൊരു ഷിഫ്റ്റ് ആഗ്രഹിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ജേർണിയിലൂടെ കടന്നു പോകുന്ന ഒരാളുകൾക്ക് അത് ഭയങ്കര ഈസി ആയിട്ട് തോന്നണം എന്നുണ്ടെങ്കിൽ ആ ഒരു കണക്ഷന് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ മൈൻഡിന്റെ പാർട്ടിൽ നമ്മൾ വർക്ക് ചെയ്യേണ്ടത് നിർബന്ധമായിട്ടുള്ള കാര്യം. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഇപ്പൊ ഞാൻ ആ ടൂളുകളൊക്കെ ചെയ്യുന്നുണ്ടോന്ന് ചോദിച്ചാല് നമുക്ക് കണ്ടിന്യൂസ് ഇതിലെങ്കിലും നമ്മൾ ഓൾറെഡി ആ ഒരു ഫീലിംഗിലായിരിക്കണത്. അതുകൊണ്ട് തന്നെ എന്താ കണ്ടിന്യൂസ് ചെയ്തില്ലെങ്കിലും ആ മൈൻഡ്ഫുൾനെസ്സും ആ ഗ്രേറ്റ്ഫുൾനെസ്സും നമ്മൾ വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മളിൽ അത് നമ്മൾ ചെയ്യാതെ തന്നെ ആ ഒരു സ്റ്റിൽനെസ്സിൽ നമുക്ക് നിൽക്കാൻ പറ്റുക, ആ ഒരു വൺനെസ്സിൽ നമുക്ക് നിൽക്കാൻ പറ്റുക. അപ്പോ എന്താ അത് കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വീക്കിലി ഉള്ള സെഷൻസിൽ നിങ്ങൾ പറയുന്ന ഓരോ ഫ്യൂവൽ ടോക്സുകൾ നിങ്ങൾ എന്താ അപ്പോ കേൾക്കണം, അതിനു വേണ്ടി വർക്ക് ചെയ്യണം. അപ്പോ ഞാന് എന്താ നെക്സ്റ്റ് ക്ലാസ്സിൽ 2 ടൂളും കൂടി ടെക്നിക്സുകൾ
രണ്ട് ടെക്നിക്സുകളും ഷെയർ ചെയ്യണ്ട് ഇൻഷാല്ല. അപ്പോ നമുക്ക് ഇന്നത്തെ സെഷനോട് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോ താങ്ക് യു സോ മച്ച്. ഇതുവരെ നിങ്ങളെ ടൈം ഇവിടെ സ്പെൻഡ് ചെയ്തതിനും അത് ഫ്രൂട്ട്ഫുൾ ആയി ഉപയോഗപ്പെടുത്താൻ നിങ്ങളെ ലൈഫിൽ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം നമ്മളെ ലൈഫിൽ വെളിച്ചം എന്ന് പറയുന്ന അറിവ് ഇത് കിട്ടാത്തിടത്തോളം കാലം നമ്മൾ നെട്ടോട്ടം ഓടിക്കൊണ്ടേയിരിക്കും. അത് നമുക്ക് ഈ ലോകത്തും അല്ലെ ഹിയർ ആഫ്റ്റർ നമ്മൾ ഇവിടെയും വേണം നമുക്ക് പോകുന്നിടത്തും വേണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇത്തരത്തിൽ അറിവ് സ്വീകരിച്ചാലും കഴിഞ്ഞാലും നമ്മൾ പറയും ബി എ ഹാൻഡ് ടു ഹോൾഡ്, പാം ടു ഹീൽ, ഫ്ലെയിം ടു ഫ്രം ത്രോ വിസ്ഡം എന്നാണ്. അതായത് നമ്മൾ മറ്റുള്ളവരുടെ കൈ പിടിക്കാനും അതുപോലെ മറ്റുള്ളവരുടെ പാമ്പിന് ഒരു ഹീൽ ആവാനും നമ്മള് ഹൈ വൈബ്രേഷനിൽ നിൽക്കുമ്പോഴാണ് മറ്റൊരാളെ ഹീൽ ചെയ്യാനും വാക്കുകൾ കൊണ്ടും സംസാരം കൊണ്ടും മറ്റൊരാളെ സഹായിക്കാനും ഇത് നമുക്ക് ഈ ലോകത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അത്തരം കാര്യങ്ങളാണ്. നമ്മൾ ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ, നമ്മളെ ചിരി കൊണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഇതുണ്ട്, നമുക്ക് പൂർണ്ണമായിട്ടുള്ള ആരോഗ്യമുണ്ട്, നമുക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്, നമുക്ക് നടക്കാൻ പറ്റുന്നുണ്ട്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ നമ്മൾ പർപ്പസ്ഫുള്ളി അതൊന്നും ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോ നമ്മൾക്ക് ഞാൻ ചെയ്യുന്നുണ്ട് എന്നതിനപ്പുറം ഒരാൾക്ക് ഒരു നേരത്തെ അന്നം, അല്ലെങ്കിൽ ഒരു നേരത്തെ നോട്ടം, അല്ലെങ്കിൽ ഒരു നേരത്തെ ചിരി, അല്ലെങ്കിൽ ഒരു നേരത്തെ അവരെ ഒന്ന് കേൾക്കാൻ തയ്യാറാവുന്ന ഒരു മനസ്സ് നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ പറയല്ലോ ഹിയർ ആഫ്റ്റർ എന്നുള്ളത്. അതായത് ഇവിടെയും നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാം, നമ്മൾ പോകുന്നിടത്ത് നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാം എന്നുള്ളത്. അപ്പൊ ഞാൻ പറയുന്ന പോലെ നിങ്ങൾക്ക് എന്താ ഹാൻഡ് ടു ഹോൾഡ് ആവണം എന്നുണ്ടെങ്കിലും പാം ടു ഹീൽ ആവണം. മറ്റുള്ളവരുടെ ലൈഫിൽ ഒരു അവരുടെ കൈ പിടിച്ചുയർത്താൻ നിങ്ങൾക്ക് പറ്റണം എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇത്തരത്തിലുള്ള വിസ്റ്റംസ് കിട്ടുന്നതോടെ നമുക്ക് വിസ്റ്റം ബൈ ഇംപ്രിന്റിങ് മൈ സെൽഫ് എന്നുള്ളതാ. നമ്മളെ സെൽഫിനെ നമ്മൾ ഇംപ്രിന്റ് ചെയ്യാണ്. ഇങ്ങനെ വിസ്റ്റം കൊണ്ടാണ് നമ്മൾ ലൈഫിനെ നമ്മൾ ഇംപ്രിന്റ് ചെയ്യുന്നത്. നമ്മൾ സെൽഫിനെ ഇംപ്രിന്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഫോർ സക്സസ്, നമ്മൾ സക്സസിന് വേണ്ടിയിട്ട് ഹിയർ ആൻഡ് ഹിയർ ആഫ്റ്റർ ഇവിടെയും വേണം, ഹിയർ ആഫ്റ്റർ നമ്മൾ പോകുന്ന അതായത് ഇഹലോകത്തും പരലോകത്തും നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ ഹീൽഡ് ആവുമ്പോൾ, നമ്മൾ എലവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എലവേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എലവേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോൾ, നമ്മൾ പീസ്ഫുൾ ആയിട്ട് ഇരിക്കുമ്പോൾ അവിടെ ഒരു കുടുംബം മാറുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളെ ചുറ്റുള്ള ആളുകളെ നമുക്ക് സഹായിക്കാൻ പറ്റുന്നുണ്ട്. അതൊരു ചിരി കൊണ്ടായിക്കോട്ടെ, വാക്ക് കൊണ്ടായിക്കോട്ടെ, നമ്മളൊരു കൈ പിടുത്തം കൊണ്ടായിക്കോട്ടെ. ഇത് നമുക്ക് പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മളെ പെയിന് നമ്മൾ റിലീഫ് ചെയ്ത് നമ്മളെ ഹാപ്പിനെയും പീസും ഒക്കെ ആയിട്ട് നമ്മൾ നിലനിൽക്കുമ്പോഴാണ് ചുറ്റുള്ള ആളുകൾക്ക് സന്തോഷവും സമാധാനം നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് സക്സസ് എന്ന് പറയുന്നത് ഹിയർ ആൻഡ് ഹിയർ ആഫ്റ്റർ. നമുക്ക് ഈ ലോകത്തും ഇഹലോകത്തും പരലോകത്തും ഒരുപോലെ വിജയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ മനസ്സിനെ പാകപ്പെടുത്തി നമ്മളെ ഹൃദയം വിശാലമാക്കി ഇത്തരത്തിലുള്ള വിസ്ഡംസ് സ്വീകരിച്ച് അത് നമ്മളെ ലൈഫിൽ ഇംപ്രിന്റ് ചെയ്യാണ്. നമ്മളെ സെൽഫിൽ ഇംപ്രിന്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്കത് സ്പ്രെഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ വിസ്റ്റംസ് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാല് വിസ്റ്റംസ് റിസീവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ലൈറ്റ് പ്രകാശിക്കാൻ പറ്റുക. നമ്മളെ ഉള്ളിലൊക്കെ ഉണ്ട് വെളിച്ചം. ആ വെളിച്ചം പ്രകാശിപ്പിക്കാൻ പറ്റുമ്പോൾ മാത്രമാണ് നമുക്ക് ഇപ്പം ഈ ലോകത്ത് എത്രത്തോളം നമ്മൾ പെയിൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ പെയിനിനും കാരണം ചില ആളുകൾക്ക് ലൈറ്റ് കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ പെയിൻ അനുഭവിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള അറിവ് സ്വീകരിക്കുമ്പോൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങൾ ആദ്യം സന്തോഷം കണ്ടെത്തിയിട്ട് അത് മറ്റുള്ളവരിൽ അറ്റാച്ച്ഡ് ആവാതെ, ഇതിൽ എക്സ്റ്റേണൽ ഫാക്ടറിൽ നിങ്ങളെ സന്തോഷം കണ്ടെത്താതെ ആദ്യം നിങ്ങളെ സെൽഫിൽ ഇംപ്രിന്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. അത് നിങ്ങളുടെ ലൈഫിൽ ഇവിടെയും സക്സസ് ആക്കും, ഹിയർ ആഫ്റ്ററും നിങ്ങൾക്ക് സക്സസ് ആവാനുള്ള എല്ലാ ഫ്യൂവലും അതിലുണ്ട് എന്നുള്ളതാണ്. അപ്പൊ മൈൻഡിന്റെ പാർട്ട് പഠിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ആദ്യം കോൺഷ്യസ്ലി ആവണം. മൈൻഡിന്റെ പ്രവർത്തനങ്ങളിൽ ആദ്യം ബോധപൂർവം ചെയ്യേണ്ട കാര്യങ്ങളാണ്. എന്നാലാണ് നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് എലവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എലവേറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മളിവിടെ വിസ്റ്റംസിലൂടെയാണ് എലവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ദാറ്റ്സ് ഓൾ. ഇന്നത്തെ ക്ലാസ് അവസാനിച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. നിങ്ങൾ വാല്യുബിൾ ആയ ടൈം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തതിനെ നിങ്ങളെ തന്നെ അപ്രിഷിയേറ്റ് ചെയ്യുക. എനിവേ താങ്ക് യു സോ മച്ച്.